സ്കൂളിൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. ഇത് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും സംസാരിക്കാം. കോടതിയുടെ കാര്യങ്ങളിൽ തൃപ്തനാണോ? അതെ അതെ. മറ്റേ സ്കൂളിലേക്ക് ഇനി വേറൊരു സ്കൂളിലേക്ക് പോകും. കോടതിയുടെ ഭാഗത്ത് ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അവിടെ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നോ? ഇതുവരെ മറ്റു സ്കൂളിൽ ചേർത്തില്ലല്ലോ. ഇല്ല, ഉണ്ടായിരുന്നു. പ്രതീക്ഷയുള്ളതുകൊണ്ടാണല്ലോ ഇത്ര ദിവസം ഹോൾഡ് ചെയ്തത്. എന്തെങ്കിലും അധികാരികളോട് പറയാനുണ്ടോ ഈ ഒരു പശ്ചാത്തലത്തിൽ? ഇല്ലില്ല. ഈ ഡിഡിയുടെ ഉത്തരവ് റദ്ദാക്കി സ്റ്റേ ആക്കണം എന്ന് വിചാരിച്ചാണല്ലോ ഈ ഹർജി വന്നത് തന്നെ അങ്ങനെയാണോ? പക്ഷെ കോടതി പരാമർശിക്കുന്നില്ല. ഇല്ല, കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. കോടതിയുടെ ഉത്തരവ് ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മൾ കേട്ടത്, ഒന്ന്, ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വിദ്യാർത്ഥിനിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും അത് ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹോദര്യമാണ് നിലനിൽക്കേണ്ടത് എന്ന തരത്തിലുള്ളൊരു പരാമർശം കൂടി കോടതി ഉത്തരവിലുണ്ട്. ആ ഉത്തരവ് പുറത്തു വരുമ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. അതേസമയം സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കുന്നതിലേക്കോ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തന്നെ കോടതി ഇന്ന് പരിഗണിച്ചിട്ടില്ല. ഇന്ന് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മറ്റൊരു നീക്കം, ഇത് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ആണ് ഇത് വഷളാക്കിയത് എന്ന നിലപാട് സ്വീകരിക്കുകയും വിദ്യാർത്ഥിനിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നേരത്തെ കോടതിയിൽ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമാണ്. നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നത് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ കൂടെ ചേർന്ന് ഈ വിദ്യാർത്ഥിനിയും പിതാവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ്. ആ നിലപാടിൽ നിന്ന് ഭിന്നമായി ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ, മൂന്നാം കക്ഷികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥിനിയുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടില്ല എന്ന നിലപാട് കൂടി സ്കൂളിൻ്റെ അഭിഭാഷക സ്വീകരിക്കുകയുണ്ടായി. അത് സ്വാഗതാർഹമാണ്. ആ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ കാര്യം നമുക്കറിയില്ല, വസ്തുതാപരമായി പരിശോധിക്കേണ്ടതാണ്. അതേസമയം വിദ്യാർത്ഥിനിക്കും അവരുടെ കുടുംബത്തിനും ആ കാര്യത്തിൽ പങ്കില്ല എന്ന നിലപാടിലേക്ക് സ്കൂൾ എത്തിച്ചേർന്നതിൽ നമുക്ക് സന്തോഷം.